നമ്മൾ മനുഷ്യന്മാർ സെൽ ടവേഴ്സ് പോലെയാണ്. സെൽ ടവറുടെ പ്രത്യേകത എന്താണ്? നിങ്ങൾ മറ്റൊരാളെ വിളിക്കുമ്പോൾ ആ കോൾ സിഗ്നൽസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറപ്പെടുന്നത് സെൽ ടവറുകൾ തമ്മിൽ. ഇനി മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ സിഗ്നൽസ് ആയിരിക്കും. ഇന്റർനെറ്റ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽസ് ആയിരിക്കും. സോ വിത്തൗട്ട് സെൽ ടവർ നിങ്ങൾക്ക് ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് മനുഷ്യൻ. നിങ്ങളിലും പലതരത്തിലുള്ള സിഗ്നൽസ് അല്ലെങ്കിൽ വൈബ്രേഷൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ജനറലായിട്ട് ആൾക്കാർ പറയുന്നതാണ് പോസിറ്റീവ് വൈബ്രേഷൻ ആൻഡ് നെഗറ്റീവ് വൈബ്രേഷൻ. ഇതിൽ ഏത് തരം സിഗ്നലാണ് നിങ്ങൾ കണ്ടിന്യൂസ്ലി എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതനുസരിച്ചായിരിക്കും ജീവിതം നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുക. പോസിറ്റീവായ സിഗ്നൽസ് ആണ് നിങ്ങൾ റേഡിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളാണ് ലൈഫിൽ തേടി വരിക, അത്തരം സാധ്യതകളാണ് നിങ്ങളെ തേടി വരിക. നെഗറ്റീവ് ആണെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുക. ഇനി ഇതിന് മറ്റൊരു വശമുണ്ട്. നിങ്ങൾ എത്ര പോസിറ്റീവായിട്ട് റേഡിയേറ്റ് ചെയ്താലും നിങ്ങളുടെ ചുറ്റുപാട് നെഗറ്റീവ് റേഡിയേഷൻ ആണെങ്കിൽ, അതായത് നിങ്ങളൊരു സെൽ ടവറാണ്, നിങ്ങൾ പോസിറ്റീവായിട്ട് റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ചുറ്റും മനുഷ്യരുണ്ട്, അവരും സെൽ ടവേഴ്സ് ആണ്, പക്ഷെ അവർ നെഗറ്റീവായിട്ടാണ് റേഡിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് എനർജി വലിയ രീതിയിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനെ ഒരു എക്സാമ്പിൾ സഹിതം നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നിങ്ങളൊരു പ്ലേസിൽ നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു സ്പീക്കർ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ചുറ്റും ഒരു 5 പേര് നിൽക്കുന്നുണ്ട്, അവരുടെ കയ്യിലും സ്പീക്കർ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചോയ്സ് തരാണ്, ഇഷ്ടമുള്ള പാട്ട് നിങ്ങൾക്ക് ആ സ്പീക്കറിൽ പ്ലേ ചെയ്യാം. ഓക്കെ, ഇഷ്ടമുള്ള പാട്ടായിക്കോട്ടെ, ഏത് വേണമെങ്കിലും, മെലഡി പാട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ റോക്ക് മ്യൂസിക്, എനി ടൈപ്പ്, എനി സിറ്റുവേഷൻ, എങ്ങനെ വേണമെങ്കിലും മാച്ച് ആവുന്ന ഒരു പാട്ട് നിങ്ങൾക്ക് അതിൽ പ്ലേ ചെയ്യാൻ സാധിക്കും. ഈ ഒരു പെർമിഷൻ തരികയാണ്. നടുവിൽ നിൽക്കുന്ന നിങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻ ആണെന്ന് വിചാരിക്കുക. മെലോഡിയസ് ആയിട്ടുള്ള പാട്ട് ചൂസ് ചെയ്തു. സോഫ്റ്റ് ആയിട്ടുള്ള, ആര് കേട്ടാലും മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു പാട്ട് പ്ലേ ചെയ്തു. അതിനൊപ്പം നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ അവർക്ക് ഇഷ്ടമുള്ള ഓരോരോ പാട്ടുകൾ പ്ലേ ചെയ്തു. ഇവിടുത്തെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? നിങ്ങൾ എത്ര ബ്യൂട്ടിഫുൾ പാട്ട് വെച്ചാലും ചുറ്റുമുള്ള 5 പേരുടെ പാട്ടുകൾ കാരണം നിങ്ങളുടെ പാട്ടിൻ്റെ സ്വാധീനം ഇല്ലാതാവും. നിങ്ങൾ നല്ല പോസിറ്റീവായിരിക്കും, നല്ല മെലോഡിയസ് ആയിട്ടുള്ള പാട്ട് വെച്ചിട്ടുണ്ടാവും, പക്ഷെ ആ പാട്ട് ആരുടെ ചെവിയിലും എത്തില്ല, നിങ്ങളുടെ ചെവിയിലും മര്യാദയ്ക്കെത്തില്ല, ആ 5 പേരുടെ ചെവിയിലും എത്തില്ല, എങ്ങോട്ടും പോവില്ല. അതായത് നിങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻ, മെലോഡിയസ് ആയിട്ടൊരു പാട്ട് നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ചുറ്റും അരോചകമായ പോസിറ്റീവും നെഗറ്റീവും കലർന്ന മൾട്ടിപ്പിൾ വൈബ്രേഷൻസ് ചുറ്റും ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര പോസിറ്റീവ് ആയാലും അതിൻ്റെ സ്വാധീനം കുറഞ്ഞു തന്നെ ഇരിക്കുള്ളൂ. ഇനി ഇതേ സ്ഥാനത്ത് ചുറ്റുമുള്ള ആൾക്കാർ നെഗറ്റീവ് ആണെങ്കിലോ, അവർക്ക് നിങ്ങൾക്ക് ഈക്വൽ ആയിട്ടുള്ള വൈബ്രേഷൻ ഇല്ലെങ്കിലോ, അതിനാണല്ലോ നെഗറ്റീവ് വൈബ്രേഷൻ എന്ന് പറയാം. നിങ്ങളുടെ ഒരു ലെവലിന് താഴെയാണെങ്കിൽ ദെൻ ഒട്ടും പറയണ്ട, നിങ്ങളുടെ സ്വാധീനം 0 ആയിരിക്കും. ഒരിക്കലും നിങ്ങളുടെ പോസിറ്റിവിറ്റി നിങ്ങൾക്കോ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കോ അനുഭവിക്കാൻ സാധിക്കില്ല. അതിൻ്റെ പ്രഭാവം, അതിൻ്റെ ശക്തി എപ്പോഴും കുറഞ്ഞു തന്നെ നിൽക്കും. ഇതാണ് നിങ്ങൾ പോസിറ്റീവ് ആയാലും നിങ്ങളുടെ ചുറ്റുപാട് നെഗറ്റീവ് ആയാലും ഉണ്ടാവുന്ന പ്രശ്നം. ഇതൊരുപാട് ആൾക്കാർ ഫാമിലിയിലൊക്കെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. ഇതിനെങ്ങനെയാണ് നമ്മൾക്ക് പരിഹരിക്കാൻ സാധിക്കുക? ചില വഴികളുണ്ട്. ഈ വഴികളിൽ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റുള്ളവരുടെ വൈബ്രേഷൻ മാറ്റുന്നതിന് പകരം നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള പോസിറ്റീവ് വൈബ്രേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഓറയെ എപ്പോഴും സംരക്ഷണമായിട്ടുള്ള ഒരു വലയത്തിൽ നിർത്തുക. ഒരു സംരക്ഷണം അതിനെപ്പോഴും കൊടുക്കുക. ഇതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുക. ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? പഞ്ചമുഖി രുദ്രാക്ഷം. രുദ്രാക്ഷം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിന് ജാതി മത ഭേദമൊന്നുമില്ല, അതൊരു കായ് മാത്രമാണ്, പക്ഷെ അതിനൊരു സെർട്ടൺ വൈബ്രേഷൻ ഉണ്ട്. ഇതിൽ പഞ്ചമുഖി രുദ്രാക്ഷം എന്നുള്ളൊരു വെറൈറ്റി ഉണ്ട്. അതായത് അതിന് 5 മുഖങ്ങൾ ഉണ്ടാവും, 5 സൈഡ് ഉണ്ടാവും. ഈ രുദ്രാക്ഷത്തിൻ്റെ പ്രത്യേകത, ആർക്ക് വേണമെങ്കിലും, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും, നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് എന്താണെങ്കിലും, നിങ്ങൾ ആരാണെങ്കിലും, ഏതാണെങ്കിലും, ഏത് സ്ഥലത്താണെങ്കിലും, ഏത് മതമാണെങ്കിലും ധരിക്കാം. ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത ഒരേ രുദ്രാക്ഷമായിട്ടുള്ളൊരു സാധനമാണ് ഇത്, പഞ്ചമുഖി രുദ്രാക്ഷം. 5 മുഖങ്ങൾ, 5 സൈഡ്സ് അതിനുണ്ടാവും. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഒരു മുത്തായിട്ട്, ഒരു കായായിട്ട് നിങ്ങൾക്ക് ധരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മാല കിട്ടും. 54 രുദ്രാക്ഷങ്ങളുള്ള, 108 രുദ്രാക്ഷങ്ങളുള്ള ഒരു മാലയായിട്ട് കിട്ടും. അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. എങ്ങനെ ഇട്ടാലും അത് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള വൈബ്രേഷനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും. വൈബ്രേഷൻ കൂട്ടൊന്നുമില്ല. ഓൾറെഡി നിങ്ങൾക്ക് എത്രയാണോ ഉള്ളത് അതിനെ സംരക്ഷിച്ച് നിർത്തും. ആക്ച്വലി ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഫാമിലി സിറ്റുവേഷനിലാണ്, ഒരു ഹോസ്റ്റലിലാണ്, ഒരുപാട് ആൾക്കാരുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ആണെങ്കിൽ ഇതാണ് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഓക്കെ, ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡാണ്. സോ യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ ഏതൊരു വീഡിയോയിൽ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു, സർട്ടിഫൈഡ് ആയിട്ട് രുദ്രാക്ഷത്തിൻ്റെ ഒക്കെ. ഞാൻ വേണമെങ്കിൽ ഇതിനും താഴെ ഇട്ട് നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഇതിനും ഞാൻ ലിങ്ക് അതിൽ തരാം. പിന്നെ രണ്ടാമത്തെ സൊല്യൂഷൻ കുറച്ചുകൂടെ നമുക്ക് ഈ രുദ്രാക്ഷത്തെക്കാളും കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. പക്ഷെ സമയമെടുക്കും. അതായത് ഒരു ലിമിറ്റ് ഉണ്ട്.
ഇപ്പം നമ്മളൊരു വാട്ടർ ബോട്ടിൽ എടുക്കുക, 2 ലിറ്റർ ആണ്. നിങ്ങളൊരു വെള്ളം നിറച്ച് വരുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടി മേലെ വരെ എത്തുന്നുണ്ട് അല്ലേ? വെള്ളം 1 ലിറ്റർ ആണെങ്കിൽ നമ്മൾ അതിൽ ഒഴിക്കും തോറും അത് കൂടി 1 ലിറ്റർ എത്തുന്നുണ്ട്. അതേപോലെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള യോഗ പ്രാക്ടീസുകൾ, മെഡിറ്റേഷൻ പോലുള്ളവ ചെയ്ത് നിങ്ങളുടെ വൈബ്രേഷൻ മെല്ലെ കൂട്ടി കൊണ്ടുവരണം. ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ വാട്ടറിന് 1 ലിറ്റർ എന്ന് പറഞ്ഞ ഒരു ബോട്ടിൽ പോലെ നമ്മൾക്ക് എല്ലാ മനുഷ്യർക്കും ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് മുകളിൽ നിങ്ങളുടെ വൈബ്രേഷൻ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു വൈബ്രേഷനും നിങ്ങളെ സ്പർശിക്കാൻ പോകുന്നില്ല. നിങ്ങളെ നരകത്തിക്കൊണ്ടിട്ടാലും നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഫ്ലക്ച്വേഷനും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ എന്താണ്, ഒരുപാട് ദൂരമുള്ള ഒരു യാത്രയാണ്, പക്ഷേ പെർമനൻ്റ് ആണ്. ഒരു പ്രാവശ്യം നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ദെൻ താഴോട്ട് ഇറങ്ങേണ്ട യാതൊരു സിറ്റുവേഷനും വരില്ല. അതുകൊണ്ടാണ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാവരോടും മെഡിറ്റേഷൻ ചെയ്യാനും ധ്യാനം ചെയ്യാനും എന്തെങ്കിലും ഒരു പ്രാക്ടീസ് ദീക്ഷ സ്വീകരിച്ച് കൺസിസ്റ്റൻ്റായി ചെയ്യാൻ പറയുന്നത്. ഇന്നത്തെ കാലത്ത് നെഗറ്റീവ് വൈബ്രേഷൻ വളരെ ഹൈ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ലാതെ സർവൈവ് ചെയ്ത് പോകാൻ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. സോ ഇതാണ് രണ്ടാമത്തെ ഉപായം. ഇനി മൂന്നാമത്തെ ഉപായം കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളതാണ്. മീൻസ് നമുക്ക് ലോജിക്കലി എടുക്കാൻ പറ്റുന്ന തീരുമാനമാണ് കഴിയുന്നതും അത്തരം സിറ്റുവേഷനിൽ പോവാതിരിക്കുക. ആൻഡ് ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. ഒരു ഗുഹയിൽ പോയി ഇരിക്കാൻ നമുക്ക് പറ്റില്ല അല്ലേ? സൊസൈറ്റി നമ്മളെപ്പോഴും ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫാമിലിയായിട്ട് ഇൻട്രാക്ട് ചെയ്യാണ്. കഴിയുമെങ്കിൽ ഒന്ന് ഡിസ്റ്റൻസ് ചെയ്യുക. കഴിയുമെങ്കിൽ കുറച്ചൊരു ആഴ്ചയിൽ 3 days 4 days അല്ലെങ്കിൽ ഒരു മാസത്തിൽ 1 ദിവസം 3 ദിവസം 4 ദിവസം അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ഒന്ന് ഡിസ്റ്റൻസ് ചെയ്യുക. അതെന്നെ നിങ്ങൾക്ക് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള പോസിറ്റീവ് വൈബ്രേഷൻ ഒന്ന് സ്റ്റേബിലൈസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ അതായത് ഒരുപാട് കാലം നിങ്ങൾ നെഗറ്റീവ് വൈബ്രേഷൻ ഇരിക്കുകയാണെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബോഡി ബാലൻസ് ചെയ്യും. ആ ബാലൻസിങ്ങിന് ഇത് സഹായിക്കും. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരില്ല. അതൊരു ഒളിച്ചോടലിന് തുല്യമാണല്ലോ. എപ്പോഴും ഇത്തരം വൈബ്രേഷൻ ഓടിക്കൊണ്ടിരുന്ന എത്ര കാലം നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കും? സോ ഇതൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ മാത്രമാണ്. പക്ഷെ ഒരിക്കലും പെർമനൻ്റ് ആയിട്ട് യാതൊന്നും നിങ്ങൾക്ക് തരില്ല. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഓറയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷനെ കൂട്ടുക, അല്ലെങ്കിൽ ഇത്തരം നെഗറ്റീവ് വൈബ്രേഷൻ നിങ്ങളെ അകറ്റി നിർത്തുക. ഇത് മാത്രമാണ് പ്രൂവൺ ആയിട്ടുള്ള വഴികൾ. ഓരോരുത്തരുടെ സമയവും സന്ദർഭവും താല്പര്യവും അനുസരിച്ച് ഇതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ബട്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വൈബ്രേഷൻ കൂട്ടി വരിക എന്നുള്ളത് മാത്രമാണ്. കാരണം ലൈഫ് നിങ്ങളുടെ ഓരോ വയസ്സ് കൂടുന്തോറും ചലഞ്ചസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനൊപ്പം നിങ്ങളുടെ ശക്തി കൂട്ടിയില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇടയിൽപ്പെട്ട് അങ്ങ് ക്രഷായി പോകും.